ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകരിക്കുന്ന കുറച്ചധികം കിച്ചൺ ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടുനോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പിടി കർപ്പൂരമാണ്. അപ്പോൾ ഈ ഒരു കർപ്പൂരത്തിൻ്റെ ബോട്ടിൽ വെറും 20 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു കർപ്പൂരം വെച്ചിട്ട് നമുക്ക് കത്തിക്കാൻ മാത്രമല്ല, ഇത് വെച്ചിട്ട് കുറേ ടിപ്സ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിനായിട്ട് 3 കർപ്പൂരമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇടികല്ലൊന്നിട്ട് ഇടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു 3 ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മളെ ഇത് വെക്കുന്ന സ്ഥലത്ത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം നോക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം ഒരു നുള്ളോളം ഞാൻ ഈ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ അതുപോലെ 2 ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ആ 2 ടിഷ്യൂ പേപ്പറിൽ ഞാൻ കുറച്ച് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു 6 വെച്ചിട്ട് ഒരു 4 ടിഷ്യൂ പേപ്പറോളം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അതിനുശേഷം ഈ ഒരു രീതിയിൽ ഞാനൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് വേണമെങ്കിൽ കുടുക്കിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഡയറക്റ്റ് ഇതുപോലെ തന്നെയാണ് കേട്ടോ കൊണ്ടുപോയിട്ട് വെക്കുന്നത്. റബ്ബർ ബാൻഡൊക്കെ ആണെങ്കിൽ അത് അവിടെ ഇളകാതെ അങ്ങനെ തന്നെ നിന്നോളും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതാ 2 ഞാൻ ഈ ഒരു രീതിയിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കിടക്കുന്ന ബെഡിലാണെങ്കിലും അതുപോലെ തന്നെ തലേണ അടിയിലൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പ വരുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നല്ല ഒരു സ്മെല്ല് കൂടിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസായിട്ട് മാറും കേട്ടോ. നമ്മൾ കിടക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു കർപ്പൂരം വെക്കുക. കർപ്പൂരം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഉറുമ്പിനെയൊക്കെ നമുക്ക് തുരത്തിയെടുക്കാനായിട്ട് കഴിയും. നമ്മൾ ഈ ഒരു ബെഡിലൊക്കെ ആയിരിക്കുമല്ലോ അധികം ഈ ഒരു ഉറുമ്പൊക്കെ വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അലമാരയുടെ ഉള്ളിലൊക്കെ ഈ കൂറയൊക്കെ ശല്യമൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് കൂറയും പാറ്റിയും ഒന്നും വരില്ല കേട്ടോ. അതും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇനി അതുപോലെ നമ്മുടെ ഈ ഒരു കട്ടിലിൻ്റെ കാലിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിരിക്കും ഉറുമ്പൊക്കെ വരിക. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന അലമാരയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് നല്ല ഒരു സ്മെല്ല് കിട്ടാനും അതുപോലെ തന്നെ കൂറയുടെ ശല്യമൊന്നും ഇല്ലാണ്ടിരിക്കാനും നമുക്കിതുപോലെ ഡ്രസ്സിൻ്റെ ഇടയിലായിട്ട് ഒരു കർപ്പൂരം പൊടിച്ചത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സ്മെല്ലും ആയിരിക്കും. നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അതിലേക്ക് പാറ്റ കൂറ ഒന്നും വരുകയില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊടിക്കാതെ തന്നെ ഇതുപോലെ ഓരോന്നായിട്ട് നമ്മുടെ ആ ഒരു ഡ്രസ്സൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. നമ്മുടെ അലമാരയൊക്കെ തുറക്കും ആ ഒരു കർപ്പൂരത്തിൻ്റെ നല്ല സ്മെല്ല് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ എത്രത്തോളം കട്ടിലും കിടക്കയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ കർപ്പൂരം ഒന്ന് വെച്ചാൽ മാത്രം മതി കേട്ടോ. ആ ഒരു സ്മെല്ല് അതുപോലെ കുട്ടികൾ മൂത്രമൊക്കെ ഒഴിക്കുന്ന ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അബ്സോർബ് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാനും ഒന്നും മറക്കല്ലേ. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെക്കുക. ആ ഒരു ബാഡ് സ്മെല്ല് വരാണ്ടിരിക്കാൻ ഇതിലേക്ക് നമുക്കൊരു കർപ്പൂരം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഒരു ഇതൊക്കെ നല്ല ഒരു സ്മെല്ല് ഇനിയായിരിക്കും. ഇനിയിപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി നമ്മളെ ഈ ഒരു സിങ്ക് നല്ല പോലെ ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കർപ്പൂരം ഡയറക്റ്റ് ആയിട്ട് ഇതിലിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഒരു സ്മെല്ലായിരിക്കും. രാവിലെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ആ ഒരു സിങ്ക് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്തൊന്നും ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വേണം ഇതൊന്ന് ഓണാക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടായാലും മതി. നല്ലോണം തിളച്ച് പോവേണ്ട, പുകയൊന്നും വരേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ച് സമയം മാത്രം ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണിയാനായിട്ട് നമുക്ക് വെക്കാം. ഈ ഒരു ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കർപ്പൂരം പൊടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ
ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന രക്തയോട്ടക്കുറവ്, കൈവേദന, നമ്മുടെ ഞരമ്പൊക്കെ പൊന്തി വരിക, ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിക്കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ കർപ്പൂരം ഇട്ടതിന് ശേഷം നമ്മുടെ കയ്യിൽ നമുക്ക് എവിടെയാണോ വേദന ഉള്ളത് ആ ഒരു ഭാഗത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു രക്തയോട്ടക്കുറവുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള നീരാണെങ്കിലും വേദനയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു വ്യത്യാസം വരും കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊതുക് കടിയൊക്കെ കുറയും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. നമ്മുടെ വിരലിലൊക്കെ ആണെങ്കിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ഈ ഒരു വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം കൈയൊക്കെ ഒന്ന് ഉഴിഞ്ഞു കൊടുത്താൽ നല്ല പോലെ വ്യത്യാസം കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സ് ഞാൻ മുമ്പും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.